കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ ഈ സമയത്ത് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ നിന്ന് എനിക്കിവിടെ കടന്നു വരുവാനും കർത്താവ് തന്ന ഈ നല്ല സാവകാശ സമയത്തെ ഓർത്തിയ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ഒരുമനയൂർ തോമസ് പാസ്റ്ററുകളെയും അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന മറ്റ് എൻ്റെ ക്രിസ്തുവിലുള്ള എല്ലാ പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരന്മാരെയും അപ്പച്ചന്മാരെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള സ്നേഹമുള്ള എൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹമെന്ന് അറിയിക്കുന്നു. പ്രൈസലോ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്ത് സ്തോത്രം, ദൈവമക്കൾക്കല്ലാതെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തികൾക്കും യഥാർത്ഥമായിരിക്കുന്ന സമാധാനമോ സന്തോഷമോ ഇല്ല എന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സ്തോത്രം, ആമേ സ്തോത്രം. ക്രിസ്തു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്ന് ആമേ സ്തോത്രം കടന്നു വന്നിട്ടുണ്ടോ അന്ന് മുതൽ സ്തോത്രം അവൻ ആമേ യഥാർത്ഥമായ സന്തോഷത്തിന്റെ ഉടമയാണ്. ഹല്ലേലൂയ, ആമേ സ്തോത്രം. ക്രിസ്തുവില്ലാത്ത ജീവിതം ആമേ സ്തോത്രം ഹല്ലേലൂയ എന്ത് തന്നെ ലോകത്തുണ്ടായാലും ക്രിസ്തു ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഒന്നുമില്ലാത്തവരായി ആമേ സ്തോത്രം ലജ്ജിക്കേണ്ടതായ അവസ്ഥയിലേക്ക് പോകും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ആമേ നമ്മൾ കർത്താവിനോട് ഹൃദയം കൊടുത്ത അന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം കർത്താവിൽ നിന്നും പ്രാപിച്ച സന്തോഷമാണ്. സന്തോഷമുള്ളവർ ആമേ ഒരു പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കാം. ലോകം തന്ന സന്തോഷമല്ല, ലോകം തന്ന സമാധാനമല്ല, ലോകം തന്ന പ്രത്യാശയല്ല, ദൈവം നൽകിയിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ആമേ സ്തോത്രം ആർക്കും അളക്കുവാൻ കഴിയാത്തതാണ്. ആർക്കും ആമേ സ്തോത്രം അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും പ്രത്യാശവും തന്ന ഈ കർത്താവിന്റെ നാമത്തെ എത്രമാത്രം ഉയർത്തേണ്ടതുണ്ടെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നാം പലപ്പോഴും മറക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേ സ്തോത്രം. ഞാൻ അല്പമായ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ട് ഒരു വചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കണം. സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മണ്ണിലാണ്. ജനിച്ചു വളർന്ന ആ കൊടുങ്ങല്ലൂർ ദേശത്ത് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഞാൻ, ഒരു കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നു. എന്നാൽ എൻ്റെ അച്ഛൻ കോൺട്രാക്ട് പണിക്കാരനായിരുന്നു. കോൺട്രാക്ട് പണി എടുത്തിട്ട് ഒത്തിരി പണം സമ്പാദിച്ചു. കുറച്ച് കൂട്ടുകെട്ട്, അച്ഛൻ്റെ കൂട്ടുകെട്ട് മുസ്ലിമും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒത്തിരി കൂട്ടുകാരന്മാർ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ് നടത്തി കോൺട്രാക്ട് പണി എടുത്ത് പണം സമ്പാദിച്ച് ഇനി എല്ലാമായി എന്നുള്ള ചിന്ത വന്നപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ ചില കൂട്ടുകാരന്മാരെ അച്ഛൻ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് സിറ്റ് ഔട്ടിൽ ചീട്ടുകളിയും അതുപോലെ തന്നെ മദ്യപാനവും ആരംഭിച്ചു. ഇന്നേക്ക് 22 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. എനിക്കിപ്പോൾ വയസ്സ് 33 കഴിഞ്ഞു. സ്തോത്രം. ആ കാലഘട്ടത്ത് ഞാൻ 6ാം ക്ലാസ്സിൽ ജയിച്ചിട്ടുള്ളൂ. ഒരു അല്ലലുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കുടുംബത്തിൽ കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെ ഞാൻ ജനിച്ചു വളർന്നു. നല്ല സാഹചര്യത്തിൽ ജീവിച്ചു. എന്നാൽ 7ാം ക്ലാസ്സിലേക്ക് ആയപ്പോഴേക്കും ഈ ചീട്ടുകളി സ്തോത്രം 1 വർഷം കൂടി ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയപ്പോൾ അച്ഛൻ പോലും അറിയാതെ മദ്യപാനത്തിന് ഓവർ അടിമയായി തീർന്നു. അങ്ങനെ അച്ഛൻ്റെ കൂട്ടുകാരന്മാർ അച്ഛനിൽ ഉണ്ടായിരുന്ന പണം പല പ്രാവശ്യം പല കാരണം പറഞ്ഞ് വാങ്ങുകയും അതുമാത്രമല്ല പല ബിസിനസ് ആൾ ചെയ്തിട്ടും അതെല്ലാം പിന്നീട് ഈ മദ്യപാനത്തിന് അടിമയായ ഒറ്റ കാരണം കൊണ്ട് പലരും അച്ഛനെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയെ അച്ഛൻ മദ്യപിച്ച് വന്ന് 7ാം ക്ലാസ്സിൽ ഞാൻ ആയിട്ടുള്ളൂ, 14 വയസ്സ് എനിക്ക് തികഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് ഒരു ദിവസം വീട്ടിൽ വന്ന് അച്ഛൻ കുടിച്ച് കത്തിയെടുത്തോട് വന്നിട്ട് അമ്മ അടുക്കളയിൽ ജോലി എടുക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ചെറിയ കാരണം പറഞ്ഞ് 3 പ്രാവശ്യം അമ്മയെ കത്തിയെടുത്ത് കുത്തുവാനിടയായി തീർന്നു. നമുക്കറിയാം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പണം വാങ്ങുന്ന സർക്കാർ നമ്മുടെ കേരളത്തിലെ സർക്കാർ മദ്യം വിറ്റയിലുള്ള പൈസയാണ്. സ്തോത്രം.
ആമേ സ്തോത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന സംസ്ഥാനം ഇപ്പോൾ 1-ാം സ്ഥാനം കേരളമാണ്. ഈ മദ്യപാനിയായിരിക്കുന്ന എൻ്റെ അച്ഛൻ മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് അമ്മയെ കത്തിയെടുത്ത് കുത്തുവാനിടയായിത്തീർന്നത്. അതോടുകൂടി അമ്മയുടെ വീട്ടിലേക്ക് പിരിഞ്ഞുപോയി. അച്ഛനുണ്ടായിരുന്ന സ്ഥലം നിസാര പൈസയ്ക്ക് അന്നത്തെ നല്ല വിലയ്ക്ക് 90,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് കൊടകര കിഴക്കുവശം കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ വാടക വീട് എടുത്ത് അച്ഛൻ്റെ വാശിക്ക് അച്ഛൻ വേറൊരു വിവാഹം ആ കാലഘട്ടത്തിൽ കഴിച്ചു. അങ്ങനെ അമ്മയുടെ അമ്മനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എനിക്കൊരു പെങ്ങളുണ്ട്, അനിയനുണ്ട്, ഞാനാണ് മൂത്തത്. അങ്ങനെ 2 സ്തോത്രം എൻ്റെ പെങ്ങന്മാരെ അനിയനെ അമ്മയുടെ വീട്ടിലേക്ക് അവർ കൊണ്ടുപോയി. അമ്മയുടെ വീടാണെങ്കിൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു വീടാണ്. ഞാനും അമ്മയുടെ അടുത്ത് പോയി കുറച്ച് ദിവസം നിന്നെങ്കിലും എന്നെയും പോറ്റി പുലർത്തുവാനോ എന്നെ പഠിപ്പിക്കുവാനോ ഒന്നുള്ള കഴിവ്, ഞങ്ങളെ 3 പേരെ നോക്കാനുള്ള കഴിവ് എൻ്റെ അമ്മ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. ഉടനെ ഞാൻ 17 വയസ്സായപ്പോഴേക്കും ചെറുപ്രായത്തിൽ തന്നെ മദ്രാസിൽ നാട് വിട്ടു പോകേണ്ട ഒരവസ്ഥ ജീവിതത്തിൽ വന്നു. മദ്രാസിൽ നാട് വിട്ട് കടന്നുപോയി. തമിഴ് ഒന്നും അറിയത്തില്ല, മലയാളം മാത്രം അറിയുന്ന ഞാൻ ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് പല പ്രാവശ്യം ഭക്ഷണം പോലും കഴിക്കാൻ പൈസയില്ലാത്ത അവസ്ഥയിൽ ഇന്നേക്ക് 1999 ഫസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ കറങ്ങിത്തിരി നടന്നിട്ട് ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ ക്യാൻറ്റീനിൽ ജോലി കിട്ടി. ക്യാൻറ്റീനിൽ ഈ 3 നിലയാണ് ക്യാൻറ്റീൻ. ഈ ജോലി എന്ന് പറഞ്ഞാൽ വേറെ വലിയ ജോലിയൊന്നുമില്ല. ഈ 3 ബിൽഡിങ്ങിലും പോയി ട്രേയിൽ ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. കാരണം എന്നോട് അവർ ചോദിച്ചു, നീ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ 7-ാം ക്ലാസ് വരെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ പഠിപ്പുണ്ടെങ്കിൽ ഇവിടെ വേറെ നല്ലൊരു ജോലി തന്നാനെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പഠിപ്പില്ല. കാരണം അച്ഛൻ മദ്യപിച്ചു വന്ന അമ്മയെ കുത്തിയോടുകൂടി ഞങ്ങളുടെ കുടുംബം ഛിന്ന ഭിന്നമായതാണ്. ഉണ്ടായിരുന്ന സ്ഥലം കൊടുങ്ങൂരിന്ന് വിറ്റുപോയി. അവസാനം ഞാൻ മദ്രാസിൽ 17 വയസ്സ് കഴിഞ്ഞ ഞാൻ മദ്രാസിൽ ഈ കാണുന്ന ഈ ക്യാൻറ്റീനിൽ ജോലി എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ അവിടെ നിന്നു. എനിക്ക് 3000 രൂപ അന്ന് ശമ്പളം തരാമെന്നവർ പറഞ്ഞിട്ട് ശമ്പളമൊന്നും തരാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പകുതി മാത്രം ശമ്പളം തന്നു, എന്നെ പറ്റിക്കുകയായിരുന്നു ചില മാസങ്ങൾ. അങ്ങനെ ഈ ജോലി ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ നേരെ എറണാകുളത്തേക്ക് നാട് വിട്ടു വന്നു. എറണാകുളത്ത് നാട് വിട്ടു വന്നു. കറങ്ങിത്തിരിഞ്ഞ് ഞാൻ നടന്നു. പിന്നെ അവസാനം വീട്ടിൽ കൊടകര അച്ഛൻ താമസിക്കുന്ന ഈ വാടക വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്ത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുതലാളി പറയുകയാണ്, ഈ വീട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിപ്പിക്കും. കാരണം നിന്റെ അച്ഛൻ ഇവിടെ വാടക എന്നിട്ട് 1 മാസമായി. അപ്പൊ തന്നെ എൻ്റെ ഉണ്ടായിരുന്ന പൈസ എടുത്ത് വാടക കൊടുത്തു. ചേട്ടാ, ഞങ്ങൾക്ക് വേറെ പോകാൻ വീടില്ല, വാടക ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നിൽ വിശ്വസിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് മാസം കൂടി അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കലും ഞാൻ വീട്ടിൽ നിൽക്കാൻ സ്വസ്ഥതയില്ലാതെ അച്ഛൻ ഉണ്ടായിരുന്ന 90,000 രൂപ വീതം ഈ 2 കൊല്ലം കൊണ്ട് വേഗത്തിൽ കുടിച്ച് തീർക്കുകയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ കോടാലി എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ പോലും അറിയാത്ത സ്ഥലത്ത് ഈ വാടക വീട്ടിൽ താമസിക്കുകയാണ്. അച്ഛൻ വാശിക്ക് അവിടെ നിന്ന് വേറൊരു വിവാഹം കഴിച്ചു. കുറച്ച് 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ വേറെ 2 പിള്ളേർ അതിനകത്ത് ജനിച്ചു, 2 ആൺകുട്ടികൾ. എനിക്ക് വയസ്സ് 20 തികഞ്ഞു. ഉടനെ ഞാൻ വീട്ടിൽ നിൽക്കാൻ കഴിയാതെ പിന്നെയും വീട്ടിൽ അച്ഛൻ മദ്യപാനത്തിന് വന്ന് ഈ ഇളയമനെ 2-ാമനെയും എപ്പോഴും ഉപദ്രവിക്കുകയും തല്ലുകയൊക്കെ ചെയ്തപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പിന്നെ ഞാൻ എറണാകുളത്ത് പിന്നെയും വന്ന് പലരോടും ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ജോലി അന്വേഷിച്ച് നടന്ന കാലഘട്ടത്തിൽ പലരും പറഞ്ഞു, നിനക്ക് പഠിപ്പില്ലാത്തത് കൊണ്ട് ജോലി തരാൻ കഴിയത്തില്ല, സെക്യൂരിറ്റി ആയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞു. സെക്യൂരിറ്റി, അതായത് ഇപ്പോൾ ഈ പ്രായമുള്ളവർ ചെയ്യും ജോലി, ഈ സെക്യൂരിറ്റി ചെറുപ്പക്കാരും ചിലർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി പണി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ എറണാകുളം കുണ്ടന്നൂർ ഒരു 3 നില ഫ്ലാറ്റിൽ സെക്യൂരിറ്റിക്കാരനായി ഇരിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. 50 രൂപ ഡെയിലി കിട്ടിയിട്ട് ഭക്ഷിക്കുവാനായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ആ പൈസ തികയത്തില്ല. ഉടുക്കുവാനായിട്ട് വസ്ത്രം ഒരെണ്ണേ ഉള്ളൂ. അത് പകൽ ഉടുത്ത് രാത്രി അലക്കിയിട്ട് പിന്നെ നേരം വെളുപ്പിച്ച് ഉണങ്ങിയില്ലെങ്കിലും ഉടുത്ത് പിന്നെ ഡ്യൂട്ടി ചെയ്യുന്ന അവസ്ഥ. രാത്രി ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ഓഫീസിൽ പോയി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 2 സ്ഥലത്ത് ഡ്യൂട്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സെക്യൂരിറ്റി ഓഫീസറിന്റെ മാനേജർ ഇങ്ങനെ പറഞ്ഞു, നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു കാര്യം ചെയ്യാം, നിനക്ക് 2 സ്ഥലത്ത് ഡ്യൂട്ടി തരാമെന്ന് പറഞ്ഞ് എറണാകുളം പേട്ട ജംഗ്ഷനിൽ എനിക്ക് ഡ്യൂട്ടി തരുവാനിടയായി തീർന്നു. അങ്ങനെ ബ്രാൻഡി ഷാപ്പിൽ 9 മണിക്ക് അടച്ചു പോകുന്ന റിറ്റെയിൽ ബ്രാൻഡി ഷാപ്പിൽ
ഞാൻ ജോലി ചെയ്യുവാനിടയായി തീർന്നു. 12 കിലോമീറ്റർ കുണ്ടന്നൂരിൽ നിന്ന് 6 കിലോമീറ്റർ പേട്ടയിലേക്കും, പേട്ടയിൽ നിന്ന് 6 കിലോമീറ്റർ കുണ്ടന്നൂരിലേക്കും നടന്നുപോയി. ബസ് കാശ് കൊടുക്കാൻ പൈസ ഇല്ലാതെ നടന്നുപോയി. ഞാൻ ചില മാസങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ 20 വയസ്സ് തികഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഈ ഇങ്ങനെയുള്ള കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അങ്ങനെ കടന്നു വന്നെങ്കിലും ഞാനിങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ഞാൻ എൻ്റെതായ മതത്തിൽ ജീവിച്ച ഞാൻ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച ഞാൻ, ഞങ്ങളുടേതായ ഒരുപാട് അമ്പലങ്ങളിൽ അതുപോലെ തന്നെ പല പുണ്യസ്ഥലങ്ങളിൽ കയറി പൈസ ഇടുകയും നേർച്ചിടുകയും എല്ലാം ചെയ്തു. പല സ്ഥലത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ മാസങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും പല പുണ്യസ്ഥലങ്ങളിൽ കടന്നു പോയിട്ടും ഒരല്പം പോലും ഒരു ആശ്വാസം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഈ സത്യവചനം അറിയുന്നതിന് മുന്നമേ ഞാൻ തീരുമാനിച്ചു, ദൈവം ഇല്ല. ദൈവമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചു? എൻ്റെ അച്ഛൻ മദ്യപാനിയായി തീർന്നു. ഉണ്ടായിരുന്ന ടൗണിൽ വീട് സ്ഥലവും വിറ്റു. അമ്മനെ കുത്തി പരിക്കേൽപ്പിച്ച് അമ്മ പിരിഞ്ഞുപോയി. ഞങ്ങളുടെ 3 പേരെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. കുടുംബം പോലും ഇല്ലാതെയായി. മദ്രാസിലും എറണാകുളത്തും ചുറ്റിക്കറങ്ങി ഈ ചെറുപ്രായത്തിൽ ഞാൻ നടന്ന് വളരെ വളരെ വിശന്ന് വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു നേരം ആഹാരം കഴിക്കുവാൻ കൊതിച്ച് പലരിടത്ത് നിന്ന് ജോലി ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ജോലി വേറെ ഞങ്ങൾക്ക് തരാൻ കഴിയത്തില്ല, സെക്യൂരിറ്റി പണി എടുത്താൽ മതി. സെക്യൂരിറ്റി പണി കിട്ടിയത്. എങ്കിലും ആരെയും തട്ടിപ്പറിക്കുവാനോ മോഷ്ടിക്കുവാനോ ഒന്നും പോകാനുള്ള മനസ്സ് കർത്താവ് എനിക്ക് തന്നില്ല. ഞാൻ ഉള്ളത് കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഈ കാണുന്ന സെക്യൂരിറ്റി പണി എടുത്ത് മുൻപോട്ട് പോയി മിച്ചം പിടിക്കുന്ന സിസറും മദ്യപാനും കഴിക്കാതെ മിച്ചം പിടിക്കുന്ന പൈസ കൊണ്ടാണ് 400 രൂപ അന്ന് വാടക കോടാലിയിൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള 300 രൂപ വീട്ടിലെ ചെലവിന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം എൻ്റെ അച്ഛനാണെങ്കിൽ മദ്യപിച്ച് വീട്ടിലെന്നും ലഹളവും വിഷയവുമാണ്. ഞാൻ അവിടെ ഈ സെക്യൂരിറ്റി പണി കഴിഞ്ഞ് മാസം പൈസ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ എന്നോട് പറഞ്ഞു, നിന്നെ മാത്രം ഓർത്തിട്ടാണ് ഇദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങൾ പുറത്താക്കാതിരിക്കുന്നത്. കാരണം ഞാൻ കൃത്യസമയത്ത് വാടക കൊണ്ട് കൊടുക്കും. ഞാൻ വളരെ മാതൃകാപരമായി അവരുടെ മുമ്പിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്നെ ഒരു കുറ്റം പറയാനില്ലാത്തത് കൊണ്ട് അവർ തീർച്ചയായിട്ടും എന്നെ വളരെയധികം ആ നാട്ടുകാർ സ്നേഹിച്ചു. പക്ഷേ 2 ദിവസം കൂടി ഞാൻ വീട്ടിൽ നിൽക്കാറില്ല. കാരണം വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഉടനെ ഞാൻ പിന്നെയും ഈ എറണാകുളത്ത് പോയി. ഈ ജോലിക്ക് ഞാൻ നിന്ന് കഴിഞ്ഞാൽ, തുടർമാനം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന് എൻ്റെ കൂടെ ഡേ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നീ ചെറുപ്പക്കാരനാണ്, ഞങ്ങൾ പ്രായവർ ചെയ്യുന്ന ഡ്യൂട്ടിയാണത്, നീ ഡ്യൂട്ടി ചെയ്യേണ്ട, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഭക്ഷണമില്ല, സ്വസ്ഥതയില്ല, മാനസികം എല്ലാം കൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ജോലി എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് ഇദ്ദേഹം എന്നെ ഒരു ഹോട്ടലിൽ ആ ഹോട്ടലിൽ കൊണ്ടുപോയി ജോലി ചെയ്ത് എന്നെ കൊണ്ടുപോയപ്പോൾ പട്ടണക്കടയിൽ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു, നീ ഹോട്ടലിൽ വല്ലോട് നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഹോട്ടലിൽ നിന്നിട്ടുണ്ടെന്ന് കളവ് പറഞ്ഞു. കാരണം ഹോട്ടലിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോലി എനിക്ക് ചിലപ്പോൾ തരികയില്ല എന്ന് വിചാരിച്ച് ഹോട്ടലിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിൽ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യം, ആ കാണുന്ന സപ്ലൈ, ആ കാണുന്ന ടേബിൾ, ഒറ്റ ടേബിൾ നീ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ എന്തോ കൃപയാൽ തന്നെ ആ ഹോട്ടലിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരോട്, സാറേ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് വളരെ താഴ്മയോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഞാൻ പഠിക്കാനിടയായി തീർന്നു. അങ്ങനെ കുറച്ചാളോട് ഡ്യൂട്ടി ചെയ്തു. പക്ഷെ ഞാൻ അറിയാതെ മാസം തികയുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ സ്വന്തം അച്ഛൻ അവിടെ വന്ന് ഞാൻ കഷ്ടപ്പെട്ട പൈസ, മാസശമ്പളം ഞാനറിയാതെ വാങ്ങിക്കൊണ്ടുപോയി കുപ്പി വാങ്ങി വീട്ടിൽ കൊണ്ട് കുടിച്ച് വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ മുതലാളിയോട് വെച്ച് എൻ്റെ പൈസ തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിന്റെ പൈസ ആ മനുഷ്യൻ മേടിച്ചുകൊണ്ടുപോയി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇനി ഹോട്ടൽ പണി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ചില മാസങ്ങൾ നിന്നതിന് ശേഷം ഞാൻ പിന്നെ അച്ഛനിങ്ങനെ തുടർമാനം വന്നിങ്ങനെ വാങ്ങിയപ്പോൾ ഞാൻ ഇനി ഹോട്ടലിൽ നിന്നിട്ട് കാര്യമില്ല, അച്ഛനായതിൻ്റെ പേരിൽ എനിക്ക് വേറെ തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ ഒന്നും സാധിക്കുന്നില്ല, ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കൊടകരയിൽ ഞാൻ വന്നു. ഈ വാടക വീട്ടിൽ വന്നു. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ അച്ഛനും ഇളയമയും അനിയന്മാർ 2 പേര് നഴ്സറിയിൽ പോയി. ഇവർ 2 പേര് വിറകിന് പോയി. അവിടെ വിറക് വെട്ടാൻ പോകുന്ന മലയിലാണ് വിറക് വെട്ടാൻ പോകുന്നത്, കോടാലി പ്രദേശത്ത്. വിറക് വെട്ടാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ, ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ ഒടുവീടാണ്, ചെറിയ സിറ്റൗട്ട് ഉണ്ട്. സിറ്റൗട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിശാച്ച് വ്യക്തമായി എൻ്റെ ഹൃദയത്തോട് പറയുകയാണ്, ഇത്രമാത്രം നീ കറങ്ങി നടന്നു, നിന്റെ അച്ഛന് നിന്നോട് സ്നേഹമില്ല, അമ്മയ്ക്ക് നിന്നെ പോറ്റിപ്പുലർത്താൻ കഴിവില്ല, നീ പോയ വാതിലൊക്കെ അടഞ്ഞു, കയറി കിടക്കുവാൻ പോലും നിനക്ക് എന്തില്ല, വീടില്ല. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലി കിട്ടിയാനെ, നിനക്ക് വിദ്യാഭ്യാസമില്ല.
എല്ലാം എനിക്ക് ഓപ്പോസിറ്റ് മാത്രമുള്ള ചിന്ത പിശാച് തന്നുകൊണ്ട് ഇതുപോലൊരു കസേരയിൽ ഞാൻ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിശാച് എനിക്ക് ചിന്ത തരികയാണ്. ഉടനെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുകയാണ്, നീ ദാ കാണുന്ന കഴുക്കോലുമേൽ ഒരു കയറ് അപ്പുറത്ത് കിടപ്പുണ്ട്, ആ കയറെടുത്തുകൊണ്ട് പോയി കഴുക്കോലുമേൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരാളിങ്ങനെ പറയുന്നത് പോലെ മന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ ഞാൻ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വേഗം പോയി ആ കയറെടുത്തുകൊണ്ട് വന്നു. ഈ കഴുക്കോലുമേൽ ഞാൻ കെട്ടി, കഴുക്കോലുമേൽ കെട്ടി ഞാൻ വലിച്ചു നോക്കി. ഈ കയറ് നല്ല സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. കെട്ടി തൂങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയേണ്ടതുള്ള ദൈവത്തിന്റെ നിശ്ചയമായതുകൊണ്ട് ആ സമയത്ത് ഞാൻ സ്തോത്രം കെട്ടി തൂങ്ങാൻ നിൽക്കുന്ന സമയത്ത് വീടിന്റെ 2-3 വീട് അപ്പുറമുള്ള ഒരു പെൺപട്ടി, റാണി എന്ന് പറയുന്ന ഒരു പെൺപട്ടി, ഞാൻ വീട്ടിലുള്ളപ്പോഴൊക്കെയും ആ പട്ടിക്ക് ചോറ് കൊടുക്കാറുണ്ട്. ഈ പട്ടി ഞാൻ തൂങ്ങുമെന്ന് കണ്ടപ്പോൾ ഓടി വന്നെന്റെ മേൽ കയറി കുരച്ച് ബഹളം കൂട്ടി. ഉടനെ ഞാൻ കയറെടുത്ത് കളഞ്ഞു. പട്ടിയെ അടിച്ചു നോക്കി, ചീത്ത പറഞ്ഞു നോക്കി, ഉന്തി നോക്കി, പട്ടി പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ച ദൈവമാണ്. കാക്കയെ കൊണ്ട് ഏലിയാവിന് അപ്പം കൊടുത്ത ദൈവമാണ്. ബലഹീനമുള്ളവനെ സ്തോത്രം ബലമുള്ളവനാക്കി അനേകരെ മുമ്പാകെ ഉപയോഗിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അന്ന് മരിച്ചു പോകേണ്ട എന്നെ കേവലം ഒരു പട്ടിയെ അയച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സ്തോത്രം ഈ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ മുഖാന്തരമായി തീർന്നു. സ്തോത്രം. പട്ടി വന്നതിന്റെ പേരിൽ അന്ന് ആത്മഹത്യയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. പട്ടിയെ ദൈവം അയച്ചതാണ്. അങ്ങനെ സ്തോത്രം. ആ നിമിഷം കഴിഞ്ഞ് വീട്ടിൽ അച്ഛൻ വന്നപ്പോൾ വീണ്ടും 2 കുപ്പി ചാരായമായിട്ടാണ് അച്ഛൻ വരുന്നത്. അന്ന് രാത്രി ഞങ്ങൾ ഉറക്കിയിട്ടില്ല. നേരെ ഞാൻ പിന്നെയും സ്തോത്രം എറണാകുളത്ത് തന്നെ പോയി ജോലി അന്വേഷിച്ച് പിന്നെ ഞാൻ കറങ്ങി നടക്കുകയാണ്. വേറെ ഒന്നുമില്ല, വീട്ടിൽ സ്വസ്ഥതയില്ല. അങ്ങനെ മുമ്പ് ഞാൻ റിട്ടെയിൽ ബ്രാൻഡി ഷാപ്പിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്ത് പിന്നെ കുറച്ച് ദിവസം ഡ്യൂട്ടി ചെയ്തു. അന്ന് രാത്രി ഒരു ദിവസം ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഏകദേശം വെളുപ്പിന് ഒരു 3 മണി ഏകദേശമായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ രാത്രി ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല. കാരണം സമാധാനമില്ലാതെ എനിക്കോ നിങ്ങൾക്കോ ഉറങ്ങാൻ കഴിയത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഞാൻ അന്നായിരിക്കുന്നത്. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എറണാകുളം പട്ടണത്തിൽ വലിയ കോടീശ്വരന്മാരുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാറെങ്കിലും കഴുകാൻ കിട്ടിയാൽ, ഏതെങ്കിലും വീട്ടിൽ തിണ്ണ തുടയ്ക്കാൻ കിട്ടിയാൽ, എന്തെങ്കിലും ജോലി ചെയ്യാൻ കിട്ടിയാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്നെ അറിയാതെ എങ്ങനെ ഒരു വീട്ടിൽ എന്നെ കയറ്റും? ഞാനങ്ങനെ വളരെ എല്ലാ കാര്യങ്ങൾ ആലോചിച്ച് വളരെ വിഷമത്തിൽ പൊട്ടി എൻ്റെ ഹൃദയം നുറുങ്ങി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, 2000 വർഷത്തിൽ, 2000 കാലഘട്ടത്തിൽ, 2001 ഫസ്റ്റിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യക്തമായി ഈ ബിൽഡിങ്ങിന്റെ ബാക്ക് വശം പോയി ഞാൻ ആരും കാണാതിരിക്കാൻ കരയണിരുന്നിട്ട് കരയണ സമയത്ത് വ്യക്തമായി പ്രപഞ്ചത്തിൽ നിന്ന് എൻ്റെ പേര് ചൊല്ലി സ്വർഗത്തിലെ ദൈവം വിളിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു ദൈവമുണ്ട്. സ്തോത്ര. ദൈവം സകല ഹൃദയങ്ങളുടെ വേദന അറിയുന്ന ദൈവമാണ്. സകല കണ്ണീര് സ്തോത്രം കാണുന്ന ദൈവമാണ്. നമ്മുടെ വേദന അറിയുന്ന മനുഷ്യൻ വേദന അറിയത്തില്ല. നമ്മുടെ ഹൃദയത്തിലെ വേദന അറിയുന്ന ഒരുവനേ ഉള്ളൂ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞന്ന് ഏകദേശം 3 മണിയോടെ സമയത്ത് രാത്രി എൻ്റെ പേര് അവിടെ അറിയുന്ന ഒരു വ്യക്തിയും അവിടെ ആ പേട്ട ജംഗ്ഷനിൽ ഇല്ല. സ്തോത്രം. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഈ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കർത്താവിനെ തെരഞ്ഞെടുക്കുക ദൈവത്തിന്റെ മുൻ പദ്ധതി ആയതുകൊണ്ട് അന്ന് രാത്രി 3 മണിക്ക് വന്ന് മകനെ സജീവേ, മകനെ സജീവേ, മകനെ സജീവേ എന്ന് 3 വട്ടം എൻ്റെ പേര് വ്യക്തമായി ഇത്രമാത്രം സ്തോത്ര ഡിസ്റ്റൻസിൽ ഇരുന്ന് വിളിക്കുന്ന പോലെ രീതിയിൽ എന്നോട് ദൈവം സംസാരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി ദൈവശബ്ദം കേട്ടതുകൊണ്ട് അത് മാത്രമല്ല, ദൈവത്തിന്റെ അത്ഭുതം പിന്നീട് എൻ്റെ ജീവിതത്തിൽ കണ്ടു. ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. സ്തോത്രം. ഈ വിളി കേട്ടെങ്കിലും പിന്നീട് ഈ ജോലി വേണ്ടാന്ന് വെച്ച് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. കാരണം ഈ മദ്യം സ്തോത്രം വിൽക്കുന്ന ഈ ബിസിനസ്സുകാര് എനിക്കിടയ്ക്കിടയ്ക്ക് മദ്യം നീട്ടി തരുന്നു. മദ്യം നീ കുടിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ജോലി വേണ്ട. എൻ്റെ അച്ഛൻ ഈ മദ്യം കുടിച്ചിട്ട് എൻ്റെ കുടുംബം നശിച്ചതാണ്. അതുകൊണ്ട് ഈ മദ്യം വേണ്ട, ഈ ജോലി എനിക്കിവിടെ വേണ്ട എന്ന് തീരുമാനമെടുത്ത് പിന്നെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വിഷയങ്ങളാണ്. ഞാൻ ഉടനെ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഷർട്ടും ഒരു മുണ്ടും വേറൊരു ബനിയനും ഒരു പാൻറ്റും ഒരു കിറ്റിലാക്കി ഞാൻ കൊടകര ഹൈവേയിൽ വന്ന് നിൽക്കുകയാണ്. 2001 ഫസ്റ്റില് അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത്
എവിടേക്ക് പോകണം, ഇനി എവിടേക്ക്, ഇനി എന്ത് ജോലി ആര് തരും, ആരെന്നെ രക്ഷിക്കും, എനിക്ക് സമാധാനം ആര് തരും എന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് PG മാത്യു എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ, കൊടകര ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ സ്വന്തം സ്ഥലവും ഒരു സഭാഹാളും അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ സഭയിൽ കടന്നു പോകുന്ന വേറൊരു സഹോദരൻ, ഒരു ഹിന്ദു സഹോദരൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ജോലി ചോദിച്ചു. കാരണം ആരെ കണ്ട ഞാൻ ജോലി ചോദിക്കും, കാരണം എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എന്നുള്ളതിൽ. അദ്ദേഹം പറഞ്ഞു എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ സമാധാനം തരുന്ന ഒരുവനുണ്ട്. ഈ ഹൈവേയുടെ തൊട്ടടുത്തൊരു ആരാധനാലയമുണ്ട്, അവിടേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ പാസ്റ്ററായിട്ട് പരിചയപ്പെടുത്തി. എന്നെ കൊണ്ടുപോയ മനുഷ്യൻ എന്നെ വിട്ട് മാറിപ്പോയി. പക്ഷെ പാസ്റ്ററുടെ വിവരങ്ങളെല്ലാം ഞാൻ, എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി ഞാൻ വിവരിച്ചു പറഞ്ഞു. അദ്ദേഹം എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, മകനെ, ഇന്ന് രാത്രി 7-7:15 മണിക്ക് എൻ്റെ വീട്ടിൽ നീ വരാനുള്ള കാരണം, ഇന്നേക്ക് 2001 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെയും സ്നേഹിച്ചിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അവസാനതുള്ളി രക്തവും ഊറ്റിക്കൊടുത്തത്. നിന്നെയും ഓർത്തിട്ടാണ് അവൻ ക്രൂശെടുത്ത് സ്തോത്ര ഗോൽഗോൽത്തയിലേക്ക് കടന്നുപോയതെന്ന് അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞു. നിന്നെ സ്നേഹിക്കുവാൻ ലോകത്ത് മറ്റാരുമില്ല എങ്കിലും, നിന്റെ അച്ഛന്റെ സ്നേഹം മാറിപ്പോയെങ്കിലും, നിന്റെ അമ്മയ്ക്ക് നിന്നെ സ്നേഹിക്കുവാൻ കഴിയാതെ, പോറ്റുവാൻ പുലർത്തുവാൻ കഴിയാതെ, നിന്റെ കൂട്ടുകാരന്മാരുടെ സ്നേഹം മാറിപ്പോയപ്പോൾ, നീ ആശ്രയിച്ചിട്ടുള്ള ആരും നിന്നെ സഹായിക്കുവാൻ വരാതിരുന്നപ്പോൾ, മുമ്പുണ്ടായിരുന്ന നിന്റെ കൂട്ടുകാരന്മാർ നിന്നെ മറന്നുപോയപ്പോൾ, നിനക്ക് വീടില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, ലോകത്ത് നീ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയങ്ങളിലൊക്കെയും നിന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് നിനക്ക് തോന്നിയെങ്കിലും, നീ ആത്മഹത്യ ചെയ്യുവാൻ പോലും ചിന്തിച്ച സമയത്ത് ഒരു പട്ടിയെ അയച്ച് നിന്നെ വിടുവിച്ചെങ്കിൽ, ഇന്ന് രാത്രി 7:15 എൻ്റെ വീട്ടിൽ നിന്നെ കൊണ്ടുവന്നത് ഒരു മനുഷ്യനല്ല, സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ആ കർത്താവാണ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതെന്ന് അദ്ദേഹം എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. മറ്റാരും നിന്നെ സ്നേഹിക്കുവാനില്ലെങ്കിലും കർത്താവായ യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നവനാണ്. പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് പറഞ്ഞവനായ കർത്താവ്, എൻ്റെ അടുക്കൽ കടന്നു വരുന്നവന് ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹത്തിൽ കൂടെ സ്നേഹം കിട്ടാത്ത എന്നോട് അന്ന് രാത്രി പറഞ്ഞപ്പോൾ, ഒരു കുഞ്ഞു കിടാവിനെ പോലെ ഞാൻ അവിടെ മുഴങ്കാലുമിൽ നിന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കരയുവാനിടയായി തീർന്നു. സ്വത്രം, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെടേണ്ട സ്ഥാനത്താണ് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. കഷ്ടതയുടെ മധ്യത്തിലാണ് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത്. സ്വത്രം. അനാഥനെന്ന് എനിക്കോ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ക്രൂശിലേക്ക് നോക്കിയാൽ, അവന്റെ മുമ്പാകെ മുഴങ്കാൽ മടക്കി കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ ഇവിടെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയാണോ? മറ്റാരും സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണോ? സ്തോത്രം. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട അവസ്ഥയാണോ? എന്നാൽ ഇന്ന് പകൽക്കാലം പറയുവാൻ ഒരു കാര്യമുണ്ട്. കർത്താവ് നിന്നെ മറന്നിട്ടില്ല. കർത്താവ് നിന്നെ മറന്നു പോകുന്നവനല്ല. കർത്താവിന്റെ കരുതൽ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ഒരിക്കലും ഒരു വ്യക്തി അനാഥനായി വിടുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുവാനിടയായി തീർന്നു. എനിക്ക് പുതിയ നിയമം ബൈബിൾ അയാൾ തന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ബൈബിൾ വായിക്കാം, നമ്മളെ കഷ്ടതയൊക്കെ മാറും. കാരണം പള്ളിയിൽ പോകാത്ത ഞാൻ, ബൈബിൾ കാണാത്ത ഞാൻ, അന്ന് ആദ്യമായി ബൈബിൾ കിട്ടിയപ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ കഷ്ടതെല്ലാം മാറും, അച്ഛൻ്റെ മദ്യപാനെല്ലാം മാറും, നമുക്ക് ആരാധിക്കാൻ ഈ അദ്ദേഹത്തിന്റെ സഭയിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഞാനില്ല, നീ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊന്നും മിണ്ടാതെ ബൈബിളിരുന്ന് വായിക്കാൻ തുടങ്ങി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ ഒറ്റയടിക്ക് ഒരു ദിവസം വായിച്ചു. പക്ഷെ വായിച്ചിട്ടൊന്നും എനിക്ക് ഗ്രഹിക്കുന്നില്ല, ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ അച്ഛനും എളേമയും ഈ 2 അനിയന്മാരും അവരെ തറവാട്ടമ്പലത്തിൽ, രണ്ടാനമ്മയുടെ തറവാട്ടമ്പലത്തിൽ ഗാനമേളയ്ക്ക് പോയപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, നീയും ഗാനമേള കാണാൻ വരാൻ പറഞ്ഞു. പക്ഷെ ദൈവം അന്ന് രാത്രി എന്നോട് സംസാരിക്കുവാനുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം അന്ന് എനിക്കൊരു ചെറിയ തലവേന ദൈവം തമ്പുരാനിട്ടു. തലവേന ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവരോടൊപ്പം ഗാനമേളയ്ക്ക് പോയാനായിരുന്നു.
ഇവര് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രാത്രി ഏകദേശം 10:30 മണിയായി കാണും. 10:30 മണിക്ക് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ആ ബൈബിൾ നീ വായിച്ചാൽ മുമ്പ് നീ വായിച്ചതുപോലെയല്ല, ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സ്തോത്രം കിടക്കയിൽ കിടന്നിട്ട് ഉറക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ എഴുന്നേൽപ്പിച്ച് ഈ ബൈബിൾ മേശയിൽ നിന്ന് ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ മുട്ടുകുത്തി ഒരു പായിട്ടു. ഇങ്ങനെ ബൈബിൾ ഞാൻ ഇങ്ങനെ പിടിച്ചു ബൈബിൾ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവ്, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും എനിക്ക് ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഞാനിത് വായിക്കും. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ ബൈബിള് ഞാൻ എനിക്ക് തന്ന പാസ്റ്റർക്ക് തന്നെ കൊണ്ടുകൊടുത്ത് നിന്നെയും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് ദൈവത്തോട് അങ്ങനെ പറയുവാനിടയായി തീർന്നു. സ്തോത്രം. കാരണം യഥാർത്ഥമായ സമാധാനം ഞാൻ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് വിശ്വാസത്തിലേക്ക് മുഖാന്തരമായി ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന വാക്യം. അതിങ്ങനെയാണ്, ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, അവൻ്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കേണ്ടതിന് അവൻ്റെ ന്യായവിധിയിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് ഈ വാക്യം ഒന്നുകൂടി വായിച്ചപ്പോൾ, ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ